ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അല്ലേ? അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോയും കാണാനിടയായത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മളെപ്പോഴാണോ നമ്മളൊരു എക്സാമിന് വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ തന്നെ നമ്മളുടെ ഒരു പാതി വിജയമാണ്. ഇനി എക്സാമിന് പാസ്സാവോ ഫെയിലാവോ അതൊരു കാര്യമല്ല, നമ്മളതിനു വേണ്ടി എത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അതുവഴി നമുക്ക് എത്ര നന്നായിട്ട് നമ്മൾ ഓരോ എക്സാമിന് വേണ്ടി സമീപിക്കുന്നു അത്രയും കൂടുതൽ അറിവ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഒരു ട്യൂട്ടോറിയലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ നിങ്ങളെ കൂടെ ഉൾക്കൊള്ളിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. അതായത് ഒരു കമ്പൈൻ സ്റ്റഡി പോലെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞാനും ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ പോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ പറയുന്നുണ്ട്. എല്ലാം വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്. ഇത് ഫുൾ ആൻഡ് ഫുൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഈ വീഡിയോസിനെ കണ്ടാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വീഡിയോസ് കൊണ്ടുപോകുന്നില്ല, കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇതിലുള്ള എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാനത് മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ തന്നെ നമ്മളൊരു പ്രൊപ്രൈറ്ററാണ്, നമ്മളൊരു ബിസിനസ് നടത്തുന്ന ആളായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഏത് ഫീൽഡിലാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റാണോ ഡെലിവറി ചെയ്യുന്നത്, അതുവഴി നമ്മൾ എന്ത് ചെയ്യുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണല്ലോ നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് അല്ലേ? സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളുമുണ്ട്, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളുമുണ്ട്. ഏത് തന്നെയാണെങ്കിലും നമ്മൾ സേവനമാണ് കൊടുക്കുന്നതെങ്കിലും പ്രോഡക്റ്റാണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് കൊടുത്തുകൊണ്ട് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, ആ ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണ്, ലാഭമാണോ നഷ്ടമാണോ, ഇതൊക്കെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയണം അല്ലേ? ഇങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ? ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മീൻസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ലാഭനഷ്ടം കണ്ടുപിടിക്കണം. ഇവിടെയാണ് നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മേഖലയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ എപ്പോഴാണോ ഏതൊരു ബിസിനസ്സാണോ പ്രോഫിറ്റ് മോട്ടീവോടുകൂടി പ്രവർത്തിക്കുന്നത് അവിടെ എല്ലായിടത്തും അക്കൗണ്ടിങ്ങിന് പ്രാധാന്യമുണ്ട്. അപ്പം നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കിപ്പോൾ. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻസ് അക്കൗണ്ടിങ് ആസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transactions and events which are in part of at least of financial character and interpreting the results thereof. ഇതൊരു 2 പ്രാവശ്യം വളരെ സാവധാനത്തിൽ വായിച്ചു നോക്കുക. അക്കൗണ്ടിങ് പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണിത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ഒരു ആർട്ടാണെന്നാണ് പറയുന്നത് അല്ലേ? അക്കൗണ്ടിങ് ഒരു കലയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ ഈ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, ആ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഡെഫിനേഷനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ്
അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. നമ്മൾ നടത്തുന്ന ബിസിനസ്സിലെ വരുന്ന ഇടപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെല്ലാം അത്തരത്തിൽ മണി വാല്യൂവിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഇടപാടുകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് എന്താണ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്, അതുവഴി നമ്മൾ ആ ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണ്, ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൻ്റെ മൂല്യത്തിൽ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയറായിട്ട് നമുക്ക് പറയാവുന്നത്. ഏതൊക്കെയാണത്? ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻസ്, മെഷറിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ്, 7ഓളം സ്റ്റെപ്സ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇത് തുടക്ക ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ കാര്യം ഐഡൻറ്റിഫൈ ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ബിസിനസ്സിൽ, ഏതൊരു ബിസിനസ്സിലും അവിടെ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ പണം ഉൾക്കൊണ്ടിട്ടുള്ള ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ, മോണിറ്ററി അല്ലെങ്കിൽ ഫിനാൻഷ്യലി പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഇടപാടുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇപ്പം ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഗുഡ്സ് പർച്ചേസ് ചെയ്തു 50,000 രൂപയ്ക്ക്. കൃത്യമായി നമുക്ക് പറയാലോ 50,000 രൂപ. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ക്യാരക്ടറിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷനാണ്. അടുത്തത് എന്താണ്? എംപ്ലോയി സ്ട്രൈക്ക്, തൊഴിലാളികൾ പണി മുടക്കുകയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്ററി വാല്യൂവിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ ഇവിടെ 2 ട്രാൻസാക്ഷനിൽ ഏതാണ് നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് എടുക്കുന്നത്? മോണിറ്ററി, ഫിനാൻഷ്യലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ, അതായത് ഗുഡ്സ് പർച്ചേസ്ഡ് വർത്ത് 50,000. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് നമുക്ക് അല്ലെ ഫിനാൻഷ്യലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഇടപാടുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മെഷറിങ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഇടപാടുകൾ നമ്മൾ മനസ്സിലാക്കി, ഈ ഇടപാടുകളെ ഒരു കോമൺ എന്താണ് വാല്യൂവിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ മെഷർമെൻറ്റ് യൂണിറ്റിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഏതൊരു ഇടപാട്, സാമ്പത്തിക ഇടപാടുകളൊക്കെ നമ്മൾ എന്താണ് റുപ്പി വാല്യൂവിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വൺസ് വി ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻസ് വി ഷുഡ് എക്സ്പ്രസ് ദ ട്രാൻസാക്ഷൻസ് ഇൻ മണി ടേംസ്. ഗുഡ്സ് പർച്ചേസ്ഡ് വർത്ത് 50,000 റുപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 50,000 റുപ്പീസ്, 50,000 രൂപയ്ക്ക് ഗുഡ്സ് മേടിച്ചു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മണി വാല്യൂവിൽ എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. അടുത്ത പരിപാടി അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്.
all identified and measured transactions should be recorded in എന്താണ് firstly recorded in the books of original entry, that is called journal. നമ്മൾ ആദ്യം തന്നെ നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ മോണിറ്ററി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പണത്തിൻ്റെ മൂല്യത്തിൽ കണക്കാക്കാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇടപാടുകളും ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണലിലാണ്. അതുകൊണ്ടാണ് ജേണലിനെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഏതാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി? അപ്പോൾ ജേണലാണ് അതിൻ്റെ ആൻസർ. ഇനി വലിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഈ ജേണലിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല. അവിടെയാണ് സ്പെഷ്യൽ ജേണൽസിൻ്റെ ആവശ്യകത വരുന്നത്. നമുക്ക് ഒരു 6ഓളം സ്പെഷ്യൽ ജേണൽസ് ഉണ്ട്. അതായത് സബ്സിഡിയറി ബുക്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന സ്പെഷ്യൽ ജേണൽസ് ഉണ്ട്. ഏതൊക്കെയാണത്? ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, ജേണൽ പ്രോപ്പർ. അപ്പോൾ ഇത്രയും നമുക്ക് മൊത്തം ഒരു ജേണലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിതൊക്കെ ഈ ഒരേ നേച്ചറിലുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ഒരു ജേണലിൽ ഉൾക്കൊള്ളിക്കുകയാണ്. ഇപ്പോൾ ക്യാഷ് ബുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പ്യൂർലി ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിൽസ് ബുക്ക് എന്തിനാണ്? പ്യൂർലി ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ പറയുന്ന ഏതെങ്കിലും പോയിൻറ്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. ഞാൻ ഉറപ്പായിട്ടും ഇതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് നോക്കിയാലോ. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റാണ് ക്ലാസിഫയിങ്. അപ്പോൾ ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തരംതിരിക്കുക അല്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? Classification is the process of bringing transactions of similar nature in one place. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരുപാട് ഇടപാടുകളുണ്ടാവും, ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ജേണലിൽ എല്ലാ ടൈപ്പിലുള്ള ട്രാൻസാക്ഷൻസും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ജേണലിൽ നിന്ന് നമ്മൾ സിമിലർ നേച്ചറിലുള്ള കുറേ ട്രാൻസാക്ഷൻസ് എടുത്തിട്ട് അത് ഒരുമിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫയിങ് എന്ന് പറയുന്നത്. ഈ ചെയ്യുന്ന പരിപാടി നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? ഒരു ബുക്കിൽ ചെയ്യുന്ന ആ ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. അപ്പോൾ നമ്മൾ ലെഡ്ജറിൽ എന്ത് ചെയ്യുന്നു? ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷൻസൊക്കെ ഒരു അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എവിടെയാണ്? ലെഡ്ജറിലാണ്. ലെഡ്ജറിനെ സെക്കൻഡറി ബുക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ജേണലിലുള്ള ജേണലിലുള്ള പല ടൈപ്പിലുള്ള ട്രാൻസാക്ഷൻസിൽ ഒരേ രീതിയിലുള്ള കുറേ ട്രാൻസാക്ഷൻസ് ഒരു അക്കൗണ്ടിൽ കാണിക്കുന്നു. ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും എല്ലാം ഒരു അക്കൗണ്ടിൽ കാണിക്കുന്നു. ആ അക്കൗണ്ടിൻ്റെ പേരാണ് സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ടാണ് ശരിക്കും ലെഡ്ജർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് ക്ലാസിഫിക്കേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് സമ്മറൈസിങ് എന്ന് പറയുന്ന പോയിന്റാണ്. ഇപ്പോൾ സ്റ്റെപ്പാണ്. സമ്മറൈസിങ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇത്തരത്തിൽ തയ്യാറാക്കിയ അക്കൗണ്ടുകൾ, നമ്മൾ ഒരുപാട് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ലെഡ്ജറിൽ നമ്മൾ അക്കൗണ്ടൊക്കെ തയ്യാറാക്കി നമ്മൾ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു
കൺക്ലൂഷനിലെത്തണം അല്ലേ. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ ജേണലൈസിങ് കഴിഞ്ഞു, പോസ്റ്റിംഗ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ടുകളെ ബാലൻസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്തതിന് ശേഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇയറിലുള്ള ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇൻകം ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാനും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും സാധിക്കുന്നു. അപ്പോൾ അതാണ്, ആ ഒരു പ്രോസസ്സാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ പല ടൂൾസും, അതായത് അക്കൗണ്ടിങ് റേഷ്യോസ്, അല്ലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്തരം ടൂൾസ് വെച്ചുകൊണ്ട്, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളും റേഷ്യോസൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ബ്രീഫായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എൻഡ് യൂസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഉണ്ടാവും, താല്പര്യമുള്ള നമ്മുടെ ബിസിനസ്സിനോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരോട് നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അതാണ് അക്കൗണ്ടിങ് റേഷ്യോസും കുറേ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്താൽ ഈ കറക്റ്റായിട്ടുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പരിപാടിയാണ് അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ബിസിനസ്സിൽ താല്പര്യമുള്ളവർ ആരൊക്കെയാണോ, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഒക്കെ ഉണ്ട്, ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അപ്പോൾ ഇവരോട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അക്കൗണ്ടിങ് റേഷ്യോസ്, ഗ്രാഫ്സ്, ഡയഗ്രാംസ്, ഇതൊക്കെ വഴി നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ഇതാണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.